പാട്രിയാട്ടിൻ്റെ ട്രെയിലർ കാണാൻ വന്നതാണ്. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടില്ല. കാരണം എൻ്റെ തൊട്ട് ബാക്കിൽ ലാലേട്ടൻ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇരിഞ്ഞിരിക്കുമായിരുന്നു. സ്ക്രീനിലുള്ളൊന്നും ഞാൻ കണ്ടില്ല. ട്രെയിലർ ഇനി എനിക്ക് യൂട്യൂബിൽ കയറി വേണം കാണാൻ. ഓക്കെ, ട്രെയിലർ അടിപൊളിയുണ്ട്. സാധനം കിട്ടുക്കാച്ചി സാധനം അത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങുമ്പോൾ ബാക്കി കാണാം. എങ്ങനെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയി തോന്നിയത് ലാലേട്ടൻ എൻട്രി. നേരത്തെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ പിന്നെയും വന്നത്. അപ്പോൾ അവരൊരു കോംബോ കാണാനും പിന്നെ ഇതിനകത്തെല്ലാം കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം ഇതെന്തായാലും എന്താണ് ഒരു 100 കോടിയുടെ മേലെ വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവും അതിന് മുകളിലുണ്ടാവും. മലയാളത്തിൽ 500 കോടി അടുത്ത 500 കോടിയുടെ 500 കോടിയല്ല, അതിൻ്റെ അതുക്കും മേലെ എത്തി സാധനം. ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറും മമ്മൂക്ക് ഒരുമിച്ച് വന്ന സിനിമ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് മാസ് ഫീലിംഗ് ഒക്കെ കിട്ടാൻ? ഒന്നുണ്ട്, അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ബോക്സ് ഓഫീസ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മലയാളത്തിൽ എത്ര കോടി നേടുന്നുള്ളൂ? അപ്പോൾ ആദ്യം തിയേറ്ററിൽ ട്രെയിലർ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ്? തീപ്പൊരി അല്ലായിരുന്നോ? എനിക്കും അത് തന്നെയാണ്. നമ്മളെ മോനെ ആ സാധനം കുറെ കാലത്തിൽ ലാലേട്ടൻ, മമ്മൂക്ക, നയൻതാര, രേവതി ചേച്ചി, ചാക്കോച്ചൻ, അതെ, എല്ലാവരും ഉണ്ട്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പുതിയൊരു സംഭവമാണ്, മറ്റൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. എന്തോ വർക്കിംഗ് എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു, അറിയാമല്ലോ. ഉറപ്പായിട്ടും ഇത്രയും ചേച്ചി അങ്ങനെ കാത്തിരുന്ന് ട്രെയിലർ വന്ന് അതും തിയേറ്ററിൽ ലാലേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് കാണാൻ പറ്റിയെന്ന് പറയുന്നു. ഒത്തിരി സന്തോഷം. ആക്ച്വലി ട്രെയിലർ വന്നു, ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എങ്ങനെ ഉണ്ടാവും? പ്രതീക്ഷകൾ എങ്ങനെയാണ്? പ്രതീക്ഷകൾ ഒത്തിരി ഉണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ബാദുക്ക, ചാക്കോച്ചനൊക്കെ ഒന്നിക്കുമ്പോൾ മലയാളത്തിലെ ബോക്സ് ഓഫീസ് പവർ എത്രത്തോളം താങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ബോക്സ് ഓഫീസിന്റെ പ്രതീക്ഷ അങ്ങനെ ഒരു പടം ആദ്യമായിട്ടല്ലേ വരുന്നത്, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയില്ല താങ്ങുമെന്ന്. പുതിയ അല്ലേ, എല്ലാവരും കൂടെ ഈ ഒരു ടീം അപ്പം ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റില്ല നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നിങ്ങളെ പോലുള്ള എക്സൈറ്റ്മെന്റ് നമുക്കും ഉണ്ട്. തിയേറ്റർ കത്തിക്കരുത്, കണ്ടാൽ മതി. തിയേറ്റർ പിന്നെ വേണ്ടേ, അടുത്ത ഷോകൾ അടുത്ത പടമൊക്കെ വേണ്ടേ? അല്ല, ശരിക്കും തിയേറ്റർ കത്തിക്കണ്ടേ? അല്ലേ, കത്തട്ടെ. അടിപൊളി. തിയേറ്റർ കത്തിക്കാനുള്ള പരിപാടിയാണ്. ആരെ കൂടെ കത്തിക്കണേ? ലാലേട്ടൻ നമുക്ക് കൂടുതൽ കത്തിക്കാൻ ചാൻസ്. ലാലേട്ടൻ ചാക്കോച്ചനൊക്കെ വന്നപ്പോ എങ്ങനെയുണ്ട്? അവരൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 1-ാം തീയതി വെയിറ്റിംഗ് ആണ്. അതെ, വെയിറ്റ് ചെയ്യേ. ചേട്ടൻ എന്താ പറയുള്ളത്? ഞങ്ങൾ പടം ഇറങ്ങാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്, വെയിറ്റിംഗ് ആണ്. നമ്മൾ മമ്മൂട്ടി മോഹൻലാലും എൻ്റെ ഫാനല്ല, ഒരാളെ മാത്രമായിട്ട് ഫാനല്ല. അതുകൊണ്ട് ഈ പടം ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. സൂപ്പർ. ആരാണ് കൂടുതൽ തിയേറ്ററിൽ കത്തിക്കാനുള്ള പരിപാടി? അത് രണ്ടുപേരും നല്ലതായിട്ട് തന്നെ വരണമെന്ന് നമ്മുടെ ആഗ്രഹം. പിന്നെ ഭഗതൊക്കെ ഉള്ളതുകൊണ്ട് ഭഗതൊക്കെ ചിലപ്പോൾ നല്ലൊരു അഭിനയമായിരിക്കും കാഴ്ചവെക്കുന്നത്. അതിന് പടം ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽ നമുക്ക് പറയാം. എന്തായാലും സൂപ്പർ പടമായിരിക്കും. രണ്ടുമൊക്കെ എങ്ങനെയുണ്ട് പടം? എനിക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ട്രെയിലർ തന്നെയാണ്. കാരണം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവരെ കൊണ്ടുവരിക എന്നുള്ള മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമാറ്റിക് ആയിട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ചുമ്മാ അവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ ഇടല്ലടാ, നമുക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യും. കാരണം ജസ്റ്റ് അവരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ക്വാളിറ്റിയും കൊണ്ടല്ലേ നമുക്ക് ആ സാധനം കിട്ടത്തുള്ളൂ. സോ നല്ല വെർത്താണ് ട്രെയിലർ, വെയിറ്റ് ചെയ്യാൻ വെർത്താണ്. എനിക്ക് അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ നമ്മൾ എക്സൈറ്റഡ്. ഈ പടത്തിന് ഹൈപ്പ് തന്നതല്ലേ. ഈ ലാലേട്ടൻ മമ്മൂക്ക ഒരുമിച്ച് വരുമ്പോ അല്ലേ കേരള ബോക്സ് ഓഫീസ് താങ്ങും. പിന്നെ ഓൾസോ ഇപ്പം അത് മാത്രമല്ല, ഇപ്പം കണ്ടന്റ് അല്ലേ ഇപ്പം മെയിനായിട്ട് ആദ്യത്തെ 500 കോടി അടിക്കാൻ സാധ്യത. പടം നൈസ്. ഞാൻ പറഞ്ഞില്ല, ഈ പടം ഒരു എബോ ആവറേജ് റിപ്പോർട്ട് വന്നാൽ തന്നെ പടം കത്തും. അതിനോട് നല്ല സാധ്യത ഉണ്ട്. കാരണം ആരൊക്കെ ഒരുമിച്ച് വരുന്നത്, ലാലേട്ടനും മമ്മൂക്കും, പിന്നെ ഓൾസോ ഫഹദ് ഫാസിലും കുഞ്ചാക്കോവിനും സൈഡിലുണ്ട്, നയൻതാരയുണ്ട്. ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുമ്പോൾ ലാലേട്ടനും മമ്മൂക്കും ഒരുമിച്ച് വരുന്നു, മഹേഷ് നാരായണയുടെ ഡയറക്ഷൻ, നമുക്ക് പ്രതീക്ഷ വെക്കാം. പിന്നെ ഒരുപാട് എന്താ പറയുക, നല്ല ഫൈറ്റ് സീൻസും നല്ല ഗൺ ഷോട്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് പിന്നെ അത് ഉറപ്പില്ല. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? സുഷിൻ ശ്യാം. എങ്ങനെ ഉണ്ടാവും? പിന്നെ പുള്ളി തെളിയിച്ചല്ലേ. ഓക്കെ, അതെന്ത് ചോദ്യമാണ്, പുള്ളിക്ക് തെളിയിച്ച ആളല്ലേ.